കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് ഇറച്ചിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റിനെതിരെ പ്രദേശവാസികളുടെ സമരം. അനീസ് അലി ചേരുന്നുണ്ട്. അനീസ് അലി, കാലങ്ങളായുള്ള ഇവരുടെ പരാതിയും പ്രതിഷേധവുമാണ്, അതിപ്പോഴും തുടരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതന്നെ, കഴിഞ്ഞ 6 വർഷമായി ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവൻ മരണ സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ദുസ്സഹമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സമരവുമായി ഏറ്റവും അവസാനത്തെ സമരം എന്ന രീതിയിലാണ് ഇപ്പോൾ അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായി തുടരുന്ന പ്രതിഷേധവും ഫലം കണ്ടിട്ടില്ല. മറുവശത്തുള്ളത് അധികാരവും പണവുമുള്ള ആളുകളായതുകൊണ്ട് സ്വാധീനിക്കപ്പെടുകയാണ് എന്നാണ് ആളുകൾ ആരോപിക്കുന്നത്. എന്തായാലും ആബാലവൃദ്ധം ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും യുവാക്കളും പുരുഷന്മാരും ഒക്കെ ഇന്നിപ്പോ ജോലി ഒഴിവാക്കിക്കൊണ്ട് ഈ റോഡ് തടഞ്ഞ് കുത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. പ്രതിഷേധക്കാരുടെ നേതൃത്വത്തിൽ റോഡ് തടഞ്ഞുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സുഭാഷ് നമ്മുടെ ചേരുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ മസ്തിഷ്ക ജ്വരമൊക്കെ പടർന്ന് പിടിച്ച ഒരു പ്രദേശമാണത്. പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ക്യാൻസർ രോഗികൾ ഈ നാട്ടിൽ ഈ അസുഖം ഇങ്ങനെ പെരുകയാണ്, ഈ ഫ്രഷ് കട്ടിന്റെ ഈ ദുരന്തം കാരണം. അപ്പൊ ഞങ്ങൾക്ക് നീതി കിട്ടണം, അത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. ആ നീതി കിട്ടുന്നവരെ ഞങ്ങളോട് ഇരിക്കും. ഫ്രഷ് കട്ട് കമ്പനി പ്രവർത്തിക്കാൻ പാടില്ല. എത്ര കാലമായിട്ട് ഉന്നയിക്കുന്ന വിഷയമാണ്? ഞങ്ങൾ 6 വർഷത്തോളമായി ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള സമീപനം എന്താ? അധികാരികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എല്ലാ അധികാരികളും ഞങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ കട്ടിപ്പാറ പഞ്ചായത്ത് ഇവർക്കുള്ള ലൈസൻസ് നിരോധിച്ചു, ലൈസൻസ് പുതുക്കി കൊടുത്തില്ല. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിന്റെ ഓണേഴ്സ് തിരുവനന്തപുരത്ത് പോയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിനെ നേരിട്ട് സ്വാധീനിച്ചുകൊണ്ട്, മന്ത്രിതലത്തിൽ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ പല രീതിയിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിന്റെ മുമ്പ് ലൈസൻസ് പുതുക്കി കൊടുത്തില്ല. ഇതിന്റെ മുമ്പുണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥ പിന്നെ ഇവിടെ ഒരുപാട് നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്ന് രേഖാമൂലം ഇവർക്ക് എഴുതി കൊടുത്ത ആ ഉദ്യോഗസ്ഥരെ ഇവിടെ സ്ഥലം മാറ്റി 1 മാസം കൊണ്ട് വേറൊരു ഉദ്യോഗസ്ഥ വന്ന് ഒരാഴ്ച കൊണ്ട് ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ. തീർച്ചയായും ധന്യ, ഇത് തന്നെയാണ് ആളുകൾ നമ്മൾ ഇവിടെ എത്തിയത് മുതൽ പറയുന്നത്. കഴിഞ്ഞ ഒരുപാട് തവണയായി ഇവർ നടത്താത്ത പ്രതിഷേധങ്ങളില്ല. പക്ഷേ ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ തന്നെ നിൽക്കുകയാണ്. എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രയാസമായിട്ട് അനുഭവിക്കുന്നത്? ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് താമരശ്ശേരി പഞ്ചായത്തിലെ കാരാടി ഏറ്റവും ടൗൺ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൂടെ മഞ്ഞപ്പിത്തം അത് അടിക്കടി ഉണ്ടാകുന്നുണ്ട്. ഈ വെള്ളത്തിൽ എന്തോ പ്രശ്നം ഉണ്ടാകുന്നു? ഈ വെള്ളത്തിൽ മാലിന്യം കലർന്ന വെള്ളം, അത് ഈ ഫാക്ടറിയിൽ നിന്ന് വിടുന്ന സെറി എന്ന് പറയുന്ന മാലിന്യം കലർന്ന വെള്ളമാണ്. ഇത് കാരണം നിങ്ങൾ ഈ വെള്ളം ആരാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ടത്? ഇത് കുടിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരുതുള്ളിപ്പുഴ എന്ന് പറയുന്ന ഈ പുഴ കൂടത്തായി പുഴയിൽ കൂടെ വരുന്നത് തടയണ കെട്ടിയിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. താമരശ്ശേരി പഞ്ചായത്തിലെ ജലനിധി സപ്ലൈ ചെയ്യുന്ന ഈ വെള്ളമാണ്. താലൂക്ക് ആശുപത്രിയിലെ ലക്ഷക്കണക്കിന് രോഗികളും കൂട്ടിരിപ്പുകാരും കുടിക്കുന്നത് ഈ വെള്ളമാണ്. ഇത് കൂടാതെ ഈ വെള്ളം NIT കേന്ദ്ര ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും ഈ വെള്ളമാണ് കുടിക്കുന്നത്. എന്തായാലും ഇപ്പൊ കുട്ടികളും സ്ത്രീകളും ഒക്കെ എന്താണ് ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ഒരു സമരമായിട്ട് ഇറങ്ങുക? എന്താ ഇവിടുത്തെ സാഹചര്യം? എന്താ? വളരെ പ്രയാസമാണ് ഇവിടെ ജീവിക്കാൻ. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ കുടിക്കാൻ നല്ല വെള്ളമില്ല, ശുദ്ധവായു ഇല്ല. ശുദ്ധവായു ഇല്ല എന്ന് പറഞ്ഞാൽ സ്മെല്ലുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തീരെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. 6 വർഷമായി ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. ഞങ്ങൾ ഈ പിഞ്ചു മക്കളെയും കൊണ്ട് രോഗികളെയും കൊണ്ട് എവിടേക്കാ ഞങ്ങൾ പോവേണ്ടത്? സർക്കാർ ഞങ്ങൾക്ക് അത് പറഞ്ഞു തരട്ടെ. ഞങ്ങൾ ഈ മക്കൾ എന്ത് ചെയ്യണം? മക്കളും ഞങ്ങളോട് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ജീവിക്കണ്ടേ? ഞങ്ങൾ ജീവിക്കണം. നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇരുന്ന്. ധന്യ, കുറെ ആളുകൾ ഇപ്പൊ ഈ ഭാഗത്ത് നിന്ന് വീട് ഒഴിവാക്കി പോയി എന്ന് പറയുന്നുണ്ട്. ഏതായാലും ആളുകൾ വീട് ഒഴിവാക്കി പോകാനൊന്നും കഴിയാത്ത സാഹചര്യമുള്ള ആളുകളുണ്ട്. അവർ ജനിച്ചു വളർന്ന നാടാണ്. അവരുടേതായ ഒരു തെറ്റുകൊണ്ടുമല്ല ഇങ്ങനെ ഒരു കാര്യം അനുഭവിക്കേണ്ടി വരുന്നത്. ഒരു പ്രദേശവാസികൾ കാലങ്ങളായി അവിടെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്, സമരം നടത്തുന്നുണ്ട്. പക്ഷെ ഇതുവരെ അതിനൊന്നും ഒരു പരിഹാരമായിട്ടില്ല. ഇപ്പോഴും വേസ്റ്റ് അവിടെ തള്ളുന്ന സാഹചര്യമാണ്. പ്രദേശവാസികൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന സമയം കൂടിയാണ്. പകർച്ചവ്യാധികൾ പടരുന്നതെല്ലാം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതിന്റെ പ്രതിഷേധത്തിലാണ്, സമരത്തിലേക്കാണ് നാട്ടുകാർ കടന്നിരിക്കുന്നത്. അനീസ് അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.